ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നാളെ കുറച്ച് കാറ്ററിംഗ് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് സാധനം ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് വിളിച്ച് പറഞ്ഞതിനി. അപ്പോൾ അവർ എനിക്കൊരു ഗിഫ്റ്റും കൊണ്ടാട്ടോ വന്നത്. അപ്പം കുറച്ചധികം പർച്ചേസിങ് ഞാൻ ചെയ്യലുണ്ട് അവരെ കടയിൽ നിന്ന്. കാരണം എനിക്ക് കാറ്ററിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയലാണ്. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാട്ടതൊക്കെ. അപ്പോൾ അധികം പർച്ചേസിങ് ചെയ്തിട്ട് ഓരോരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. അവരായാലും എന്താ നമ്മളൊന്നും അറിയണ്ട, നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചു തരും. അവിടെയുള്ള എല്ലാ സ്റ്റാഫും ഉഷാറാണ് കേട്ടോ. അങ്ങനെ ഞാൻ സാധനം കിട്ടിയതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. കുറച്ച് കാനൊക്കെ ഉണ്ട്, എന്താണെന്ന് അറിയില്ല, എന്നാലും ഒന്ന് തുറന്ന് നോക്കുക എന്താണെന്നുള്ളൊരു, അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളൊരു ആകാംക്ഷയാണല്ലോ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേ 3 പ്ലേറ്റാണ്. കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലേറ്റാണ്, പൊട്ടണേ. അപ്പം നാളെ ഒരു 150 ഗ്ലാസ് പായസത്തിനും അതേപോലെ 200 പത്തിരിക്കുള്ള ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ 7 മണിയാകുമ്പോഴത്തേന് പത്തിരി വേണമെന്നും പറഞ്ഞേക്കണേ. അപ്പോൾ അത് വൈകുന്നേരം എടുത്ത വീഡിയോ ആണേ. അപ്പം മഗ്‌രിബ് കഴിഞ്ഞിട്ട് പത്തിരിക്കുള്ള പണികളൊക്കെ തുടങ്ങണം. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് നമ്മളെ കുടുംബശ്രീൻ്റെ ഒരു ഉൽപ്പന്നമാണ് കേട്ടോ. പിന്നെ ഈത്തപ്പഴം കാരക്കും വെച്ചിട്ടുള്ള അച്ചാറും അതേപോലെ കൊണ്ടാട്ടം മുളക് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള അച്ചാറും നല്ല ടേസ്റ്റ് കേട്ടോ രണ്ടും. അതേപോലെ അവലൂസും പൊടി ഉണ്ടല്ലോ, അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ പറയുക, നമ്മളെ കുടുംബശ്രീൻ്റെ ഉൽപ്പന്നമാണ്. അതേപോലെ ഗരം മസാലൻ്റെ ഒരു പേക്കും ഞാൻ എടുത്തുക്കണം. അപ്പോൾ എല്ലാവരും കുടുംബശ്രീൻ്റെ ഇതിലും ഉണ്ടാവട്ടത്. അപ്പോൾ നമ്മളവിടെ രമ്യ പറഞ്ഞൊരു പെണ്ണാണ് ഇത് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ്. വൈകുന്നേരം ചായക്കൊക്കെ ഇങ്ങനെ വെറുതെ കഴിക്കാനൊക്കെ പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പൊടി വാട്ടാട്ടോ നാളേക്കൊക്കെയുള്ള പത്തിരിക്കുള്ള. എന്നാൽ പിന്നെ മഗ്‌രിബ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് പൊടിയൊക്കെ ഒന്ന് ചൂടാറുമല്ലോ കുഴച്ചെടുക്കാൻ. അപ്പോൾ 200 പത്തിരിയാണ്. അപ്പോൾ 2.5 കിലോ പൊടിയാട്ടോ 200 പത്തിരിക്ക് എടുത്തത്. അപ്പോൾ ആദ്യം ഞാൻ 2 കിലോനൊന്ന് വാട്ടി കുഴച്ചു. പിന്നെ എനിക്ക് അത് തികഞ്ഞില്ല തോന്നിയപ്പോൾ പിന്നെ ഒരു 1/2 കിലോനും കൂടി പിന്നെ ഉണ്ടാക്കിയേക്കണം. അങ്ങനെ 2.5 കിലോ പത്തിരിപ്പൊടിയാണ് 200 പത്തിരിക്ക് ആയത്. അങ്ങനെ പിന്നെ മഗ്‌രിബ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് കുഴക്കണത്. അപ്പം ഇന്ന് നമുക്ക് ഹെൽപ്പിന് നമ്മളെ മൂത്തച്ചി താത്ത അല്ല കേട്ടോ. താത്ത ഒരു ഹോസ്പിറ്റൽ കേസ് എങ്ങാണ്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞാനിന്ന് നമ്മളെ അയൽവക്കക്കാരത്തിനെ വിളിച്ചേക്കാണ്. അപ്പോൾ ഓളാണിന്ന് സഹായത്തിന്. അപ്പോൾ ഇത് രാത്രി ഒരു മഗ്‌രിബ് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ പണിയൊക്കെ തുടങ്ങിയത്. ആദ്യം ഒന്ന് പ്രസ്സുമ്മലൊക്കെ അമർത്തി, പിന്നെ കുഴൽ വെച്ചങ്ങാണ്ട് പരത്തി, അതിൽ പിന്നെ കട്ട് ചെയ്ത്, അങ്ങനെ പണിയാണല്ലോ. പത്തിരി പറഞ്ഞിട്ട് കാര്യമില്ല, പത്തിരിക്ക് നല്ല പണിയാണ്. അങ്ങനെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞോളൂ പോയിട്ടോ. പിന്നെ പത്തിരി ഞാൻ 3 പാത്രത്തിലാക്കിങ്ങാണ്ട് അങ്ങനെ വെച്ചിരിക്കണ. രാത്രി 10 മണിയൊക്കെ ഞങ്ങളെ പരിപാടി കഴിഞ്ഞപ്പം. ഇനി നമുക്ക് രാവിലെ കാണാം ഇൻഷാ അല്ലാ. അപ്പം അങ്ങനെ അത് പിറ്റേന്ന് രാവിലെ കേട്ടോ, നേരത്തെ 4 മണിയായപ്പോൾ നീച്ചിക്കണം. നമുക്ക് 8:30 ആകുമ്പോഴത്തേന് പായസം കൊടുക്കണം. 7 മണിയാകുമ്പോഴത്തേന് നമ്മളെ പത്തിരിയൊക്കെ ചുട്ടുങ്ങാണ്ട് ചൂടാറിയിട്ട് അതും പാക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തലേന്ന് ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിങ്ങാണ്ട് പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ബാലൻസ് ഉണ്ടായിന്. അപ്പോൾ അതും ചുട്ടെടുത്ത് പിന്നെ മുട്ടക്കറിയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടോ. ചായയും കടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയിമക്ക് നിൽക്കണ്ടല്ലോ. പിന്നെ നാണിപ്പാക്കി തന്നെ രാവിലെ 6 മണിയാകുമ്പോഴത്തേന് പോവുകയും ചെയ്യും. അപ്പോൾ ചായ കുടിച്ചിട്ട് പോവുകയും ചെയ്യാം. പുറത്തടുപ്പിൽ തീ മുട്ടണമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പം നേരം വെളുത്തിട്ടില്ല, ഭയങ്കര ഇരുട്ടാണ് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല. ഉള്ളിൽ തന്നെ നേരം വെളുക്കുമ്പോഴത്തേന് ഉള്ളിൽ തന്നെ നമ്മളെ ഗ്യാസ് അടുപ്പുണ്ടല്ലോ, അതിന്മേൽ തന്നെ പത്തിരി ചുട്ടെടുക്കാൻ വിചാരിച്ച്. അപ്പം അടപ്പായസമാണ് കേട്ടോ. അതിന് ഞാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിക്കണം. അപ്പം നേരം വെളുത്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഗ്യാസുമ്മേൽ തന്നെ പത്തിരിയൊക്കെ കുറച്ച് അങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, പുറത്തൊക്കെ നല്ല ഇരുട്ടാണ്.
അടയിട്ട് കൊടുക്കാനുള്ള വെള്ളമൊക്കെ വെട്ടി തിളച്ച് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടയൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ അതിൽ കടന്നുങ്ങാണ്ട് വേവണമല്ലോ. അപ്പോൾ ഞാൻ 150 ഗ്ലാസ് പായസമാണ്, അടപ്പായസമാണ് ഉണ്ടാക്കണേക്ക് 1.5 കിലോ അടയാണ് എടുത്തത്. അപ്പോൾ പായസത്തിൻ്റെ വീഡിയോ ഒക്കെ ഇതിൻ്റെ മുന്നേ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിലങ്ങനെ കാണിക്കണില്ല. പത്തിരിച്ചുള്ളിലൊക്കെ കഴിഞ്ഞാണ്ട് പായസത്തിനുള്ള പഞ്ചസാര കാരമൽ ചെയ്യാണ്. ഇത് ഇവിടുന്ന് ഗ്യാസുമെന്ന് കാരമൽ ചെയ്തിട്ട് വേണം അടുപ്പത്ത് കൊണ്ടുപോയേക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ അടുപ്പ് കത്തിച്ച് മൈമ കാരമൽ ചെയ്താൽ പെട്ടെന്ന് ഇങ്ങോട്ട് കരിയും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഗ്യാസുമ്മ തന്നെയാണ് ചെയ്യൽ. പത്തിരിയൊക്കെ ചൂടാറാൻ മാറ്റി വെച്ചു. നമ്മൾ അട ഉണ്ടല്ലോ നല്ലോണം തിളപ്പിച്ചിട്ട് നല്ലോണം കഴുകിങ്ങാണ്ട് ഊറ്റിക്കൊട്ടയിൽ ഊറ്റി വെച്ചിക്കണം. അപ്പം ഇനി നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കണം. പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് പാത്രം ശരിയല്ല തോന്നി, ചെമ്പ് വലുപ്പക്കുറവായി തോന്നിയപ്പോൾ ഞാൻ ബിരിയാണി ചെമ്പ് ഉണ്ടായിനി അതൊക്കെ എടുത്തുങ്ങാണ്ട് ഹൈക്കൊഴിച്ചുങ്ങാണ്ട് അടുപ്പത്തേക്ക് വെച്ചു. മറ്റത് അടയും കൂടി നമ്മൾ ഇട്ടണ് കൊടുക്കുമ്പോഴേ അപ്പോൾ നല്ലോണം നിറഞ്ഞു വരും. അപ്പോൾ നമ്മളെ അടപ്പായസത്തിൻ്റെ റെസിപ്പീസൊക്കെ വീഡിയോയിൽ ഒരുപാട് കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതേപോലെ പായസത്തിൻ്റെ എത്ര റേറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ലിറ്റർ ആണെങ്കിൽ 1 ലിറ്റർ പായസത്തിനാണെങ്കിൽ 200 രൂപ, ഒരു ഗ്ലാസ് പായസമാണെങ്കിൽ 30 രൂപ, അങ്ങനെയായിട്ട് ഞാൻ കൊടുക്കുന്നത്. അടപ്പായസം ആകുമ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണമല്ലോ. അപ്പോൾ പായസം ഇളക്കി കൊടുക്കാൻ നമ്മളെ മിഥുവിനെ ഏൽപ്പിച്ചുകൊണ്ട് പിന്നെ ഞാൻ പത്തിരി പാക്ക് ചെയ്യാൻ പോയിട്ടോ. അപ്പോൾ സമയം 7 മണി ആയിക്കണേ, 7:00 മോന് മദ്രസയിൽ പോകണം. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് കണ്ട് ഞാൻ മോനിൻ്റെ അടുത്ത് കൊടുത്തേക്കാണ്. ഇവര് കറിയും വേണമെന്ന് പറഞ്ഞിന്. അപ്പോൾ പിന്നെ പായസം 8:30 അത് വേണം, ഇത് ചുട്ടെടുക്കണം, ഒക്കെപ്പാടെ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കറികൾ ഉണ്ടാക്കിക്കോളിന്ന് ഞാൻ പറഞ്ഞേക്കാണ്. അങ്ങനെ പായസം പാക്ക് ചെയ്യാനായിക്കണം കേട്ടോ. 8:30 ആയിക്കണം. അപ്പോൾ ഞാൻ ചെമ്പക്കൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.